എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് സാറയ്ക്ക്. കാനായിലെ കല്യാണം പോലെ വെള്ളം വീഞ്ഞാവട്ടെ വകച്ചന്റെ മനസ്സില്. ശരിയെന്നാ പോട്ടെ, ബൈ. എന്തോന്നാണ് മാത്യൂസ് ഇത്? സിനിമ പാട്ടൊന്നുമില്ലേ? നാടകമാണ് ചന്ദ്ര ഉലകം, നാടകമേ ഉലകം. എന്നാത്തിനാ അമ്മച്ചി ഇങ്ങനെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? വന്ന് വല്ലതും കഴിക്കേ. രണ്ടിലൊന്നും അറിയാതെ എനിക്ക് ആഹാരം ഇറങ്ങുകയല്ല. രണ്ടിലൊന്നോ? അതെന്നതാ? എന്റെ ചങ്കിടിപ്പ് കർത്താവ് കേൾക്കാതിരിക്കില്ല. വക്കച്ചന്റെ കെട്ടുകല്യാണം ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. മനസ്സിലായില്ല. നീ നോക്കിക്കോ, അവന്റെ ഈ കല്യാണം മുടങ്ങും. ആഹാ, അതും പ്രാർത്ഥിച്ചിരിക്കുവായിരുന്നു എവിടെ? എങ്കിലിനി പ്രാർത്ഥന നിർത്തിക്കും. വല്ലതും പറഞ്ഞോ? മുടങ്ങിയോടിയത്? മുടങ്ങിയില്ല, മംഗളമായിട്ട് ആ കല്യാണം നടന്നു. അമ്മച്ചിയുടെ പ്രാർത്ഥനയൊന്നുമേ കർത്താവ് ഈശോ മിശിഹായെ കേട്ടില്ല. ഇനി നോമ്പ് അവസാനിപ്പിച്ച് വല്ലതും കഴിക്കാൻ വന്നേ. നീ നോക്കിക്കോ, മനസ്സുരുകി ഞാനൊന്ന് പറഞ്ഞാ കർത്താവ് കൈവിടില്ല. ഈ കെട്ടുകല്യാണം അടിച്ചു പിരിയും. മോള് കെട്ടിയെന്ന് പേടിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോ അതോർത്ത് കരയുന്ന പുളിക്കുന്നൽ കുഞ്ഞന്റെ അമ്മയെ ഞാനൊന്ന് കാണും. അസൂയ നല്ലതാ, പക്ഷെ അത് സ്വയം നന്നാവാനുള്ളതാവണം. പക്ഷെ ഒരു പെണ്ണിന്റെ ജീവിതം നശിച്ചിട്ട് അവളുടെ അമ്മയുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ദ്രോഹം. അമ്മച്ചി, അമ്മച്ചിക്കും കല്യാണം കഴിഞ്ഞൊരു മോളുണ്ടെന്ന് ആലോചിച്ച നല്ലത്. രാഹുകാലത്തിന് മുന്നേ വീട്ടിലേക്ക് കയറണം, അതാണ് കണക്ക്. ഞങ്ങൾക്ക് അത്തരം വിശ്വാസമൊന്നുമില്ല. അതെ, കർത്താവിനെ സാക്ഷി നിർത്തി കെട്ടുകല്യാണം നടത്തിയല്ലോ. ഇനി ഇപ്പൊ മുഹൂർത്തമൊക്കെ നോക്കണോ? ഒക്കെ ഓരോ വിശ്വാസങ്ങളാ, തെറ്റിക്കണ്ട. പകച്ച കയറ്, എല്ലാം നല്ലതിനാ. ശുഭം, ആയുരാരോഗ്യ സൗഖ്യം ഒക്കെ നിന്റെ മേൽനോട്ടത്തിലാ. എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്നാ നീ എല്ലാം ചെയ്തത്. ഒക്കെ നന്നായി വരും വക്കച്ച, ഞാനില്ലേ കൂടെ. ഒരു കാര്യം ചെയ്, ചേച്ചി വണ്ടിയുടെ മുന്നിലോട്ട് കയറ്, ഞാനും തോമാച്ചനും ഒക്കെ പുറകെ വന്നോളാം. ബാബാ കേറിക്കോ കേറിക്കോ. അപ്പോ ശരി വക്കച്ച, ഡ്രൈവർ വണ്ടി എടുക്ക്. കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നല്ലേ? ഒരു തരത്തില്. അതിന് അങ്ങനെ ഇതൊക്കെ ഒരു ഞാനമ്മേ കളിയല്ലേ. വാ കേറ്. നീ ഫ്രണ്ടിൽ കയറ്.
എന്തായാലും കെട്ടാൻ മോഹിച്ചു നടന്ന ആളുടെ കല്യാണം കൂടാൻ കഴിഞ്ഞു. ഏട്ടത്തേക്ക് അതൊരു ഭാഗ്യല്ലേ? പോവണേ, ഇതൊക്കെയാണോടി ഭാഗ്യം? പണ്ടും എനിക്ക് അയാളോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല, അടുപ്പവും തോന്നിയിട്ടില്ല. വീട്ടുകാരാലോചിച്ചു, അയാൾ ആഗ്രഹിച്ചു. പിന്നെ ഒരു ചെറിയ തെറ്റ് ഞാൻ അയാളോട് ചെയ്തിട്ടുണ്ട്. അത് തീരെ നിവർത്തി കെട്ടതുകൊണ്ടാ മനസമ്മതത്തിന് പള്ളിയിൽ വെച്ച് സമ്മതമല്ലാന്ന് പറഞ്ഞു. അയാളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അതൊരു തെറ്റ് തന്നെയാ. അതിന്റെ ഒരു തിരുത്തല് കൂടിയായിരുന്നു ഈ കല്യാണത്തിനുള്ള ചെല്ലല്. പിന്നെ സുബ്രുവാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരാൾ നമ്മളെ ക്ഷണിക്കുന്നത് നമുക്ക് തരുന്ന അംഗീകാരമാണ്, അത് നിരസിക്കാൻ പാടില്ല. എന്നിട്ട് പെണ്ണെങ്ങനെയുണ്ട്? ആ, കണ്ടാ നല്ല പെണ്ണാ. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ആണോ? ആ, അപ്പോ ഏട്ടത്തെക്കാളും കൊള്ളാവോ? ആവണം. അതിന്റെ പേരിൽ വക്കച്ചൻ അഭിമാനിക്കട്ടേനെ. അങ്ങനല്ല വേണ്ട? അങ്ങനെയാ വേണ്ടത്. ആ. ഇങ്ങനെ കാണുമ്പോഴേ 7 അഴകാ സാറയ്ക്ക്. വെറുതെ കളിയാക്കല്ലേ അച്ചായ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞ എന്നതാടാ? ഏയ് ഒന്നുമില്ല, ചെറിയ മഴക്കോളെടുത്ത് പറഞ്ഞ. ഞാനെല്ലാം കേട്ടു. കേട്ടെങ്കിൽ നന്നായി പോയി. ഇവള് സുന്ദരിയാണെന്ന് ഞാനങ്ങ് പറഞ്ഞു പോയതാ. ആയിക്കോട്ടെ. പണ്ട് സ്നാപകയോഹന്നൻ നാടകം ചെയ്യുമ്പോ സലോമിയുടെ രൂപം ഇതായിരുന്നു. സലോമിയല്ലേ? ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ട് തന്നെയുണ്ട്. അന്ന് സലോമിയെ ദൈവം ശപിച്ചു ജോർദാൻ നദിയുടെ കീഴെ. നാടകം അന്ന് ഒന്നും KPSCയുടെ ചേച്ചി, മറക്കാൻ പറ്റുന്നില്ല. സത്യം. ബ്രഹ്മാനന്ദനും കമുകറ പുരുഷോത്തമനും ഒക്കെ തുടങ്ങുന്നത് അവിടെന്നാ. പക്ഷെ എനിക്കിഷ്ടം ഇപ്പോഴും KS ജോർജിനെയാ. അല്ല, ഈ ചെറുക്കനും പെണ്ണും പോയ വണ്ടിയിലേ വേറെ ആരെങ്കിലും കൂടി ഇരുത്തണമായിരുന്നു? വേറെ ആളെന്തിനാ? പെങ്ങക്ക് മാത്രമാണ് കൂടെ ഇരിക്കാനുള്ള അവകാശം. അതുമല്ല, അതിനകത്ത് വേറെ സ്ഥലമില്ലല്ലോ. അല്ല, ഈ കാറില് സന്തോഷത്തിന് പാട്ടൊക്കെ വെക്കുമായിരിക്കും അല്ലയോ? പിന്നില്ലാതെ എന്തൊരു ചോദ്യം. മാത്യൂസിന്റെ സ്വന്തം ആളാ. അല്ല, ഈ മാത്യൂസ് എന്ന് പറയുമ്പോ ഡ്രൈവറേ. മുമ്പ് അവൻ വിശ്വകേരള കലാസമിതിയിലായിരുന്നു. NN പിള്ള സാറൊക്കെ ഉണ്ടായിരുന്ന കാലത്തില്ലേ, അവൻ നാടകവണ്ടിയുടെ ഡ്രൈവറായിരുന്നു. പിന്നീടാ അവൻ അവിടുന്ന് പിരിഞ്ഞത്. കൂടാതെ നാടകഗാനങ്ങൾ മുഴുവൻ അവനെ കാണാപ്പാടാ. അവന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. സന്തോഷമായി. അപ്പോ അത് തന്നെ കാറിലിട്ട് കേൾപ്പിക്കുമായിരിക്കും അല്ലയോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു തീരുമാനമാകും. മനസ്സിലായില്ല. മനസ്സിലാകും. ബലികുടീരങ്ങളിൽ സ്മരണകൾ ഉണർത്തേണ്ട അവസ്ഥയാകും. ഇവനിത് എന്തൊക്കെയാ പറയണേ?
KPSCയുടെ പ്രശസ്തമായ ഗാനം ഇത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അല്ലല്ല, പിന്നേതാ മൂലധനോ? ഇതൊക്കെ മാത്യൂസിന് എങ്ങനെ അറിയാം? ഞാൻ നാടകം വേണ്ടി ഓടിച്ചല്ല സാറേ. ഓ, KPSCയുടെ അവതരണ ഗാനമായിരുന്നു ഇത്. ആ, മൂലധനമൊന്നുമല്ല. അജയ് കേട്ടോ അജയ്, നല്ല പാട്ടല്ലേ? സാറേ, സാറേ, ദേ, വീടെത്തി ഇറങ്ങാൻ. മോളുകുട്ടി, എന്നാ ഇത്? ഞാനിപ്പോ ആലോചിക്കുന്നേ. സാറേ, ദേ, ദേ, ആ, ദേണ്ടേ വക്കതിനും പെണ്ണും വന്നു. ആ, എന്തി എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലേ? പെണ്ണെന്തിയടാ ഇറങ്ങിയില്ലേ? എടാ പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് ഇറക്കടാ. ഞാനിപ്പോ വരാവേ. ഇപ്പൊ വരാം. തോമാച്ചായ, ആ പെണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പം? ആ പെണ്ണെന്തോ ഓളത്തിലാ. അല്ല, നാടകഗാനം വല്ലതും കേട്ടായിരുന്നു? ആ, ഒരു പാട്ട് വെച്ച പിന്നെയാ ഈ താളമൊക്കെ തുടങ്ങിയത്. വീടെത്തിന്ന് പറയുന്നത് കേക്ക്. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. സാറേ, ദാ, വരാൻ. എന്താടി ഇത്? ഇങ്ങോട്ട് വരാൻ. സാറേ, വീടെത്തി സാറമ്മേ. മോളെ വിളക്ക്. ഇത് കുഴപ്പാവൂല്ലോ. മോളെ വിളക്ക് വാങ്ങു മോളെ. നിനക്കറിയാമായിരുന്നല്ലേ? മോളെ വിളക്ക് വാങ്ങ. സാറേ, ആ വിളക്കൊന്ന് മാറ്റിയോ? മോളെ വിളക്ക്.
എന്നാടത്? വിട് വിട്, ഒന്നുമില്ല. ഇപ്പൊ മാറിക്കോളൂ, ചെറിയൊരു വശപ്പശക്ക്, അത്രേ ഉള്ളൂ. തെണ്ടി, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് പോടാ, പോടാ. മകജം. ഞാനെന്തോ നോക്കിക്കൊല്ലും. എടാ, പൊന്നാര മോനെ, നീ എനിക്കിട്ട് പണി കാണോടാ? അല്ല, ഞാനൊരു സത്യസന്ധനാണെന്ന് നിനക്കറിയില്ലേ? സത്യം പറടാ തെണ്ടി, അവക്ക് വട്ടാന്നോ? ഏയ്, അങ്ങനൊന്നുമല്ല, ബുദ്ധിജീവിയാ. പിന്നെ ഈ നാടകത്തെ കുറിച്ച് റിസർച്ച് ചെയ്ത് നടന്ന കാലത്ത് ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. എന്നുവെച്ചാ? വേറെ കുഴപ്പമൊന്നുമില്ല. KS ജോർജിന്റെയും സുലോചനയുടെയും പാട്ടൊക്കെ കേൾക്കുമ്പോ ചെറിയൊരു ഇളക്കം. അത് കൂടുതൽ സമയം എടുക്കില്ല, ഒരു 3-4 മണിക്കൂർ. അത് കഴിഞ്ഞ് പഴയതുപോലാവും. എന്നുവെച്ചാ വട്ടന്നില്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എപ്പോഴൊന്നും ഇല്ലല്ലോ. എടാ, ബുദ്ധിജീവിയാടാ, കാര്യവിവരവും ഉണ്ട്. ഞാനിപ്പോ വരാം, നീ ഇവിടുന്ന് പോരുത്. എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് അവനുണ്ട്, അതുകൊണ്ടൊരു സമാധാനം. ചതിച്ചല്ലോടാ മോനെ. എന്റെ കർത്താവേ, എന്തൊരു ഗതിയാവട്ടെ. അയ്യോ, എന്താ നിന്നെ കൊല്ലാൻ നീ എന്റെ ജീവിതം തകർത്തില്ല ദ്രോഹി. നിന്നെ കൊന്നിട്ട് ഞാനിന്ന് ജയിലിൽ പോവും. നിനക്കെന്താ ഭ്രാന്ത്? എനിക്കല്ല, അവക്കല്ലടാ ഭ്രാന്ത്. എന്നെ നീ ചതിച്ചില്ലടാ, നിന്നെ ഞാനിന്ന് കൊല്ലും. കൊല്ലൂടാ, കൊല്ലും നിന്നെ. നിക്കടാ, നിക്കടാ നിന്നെ. അയ്യോ, നിക്കടാ, നിക്കടാ, നിക്കടാ. വെല്ലിക്കുടി